വയനാട്ടിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായും അവിടെ ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതെന്തായി, അവിടെ കടുവയെ കണ്ടെത്താനുള്ള സാധ്യതകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. നരഭോജി കടുവയ്ക്കായി ഇന്നിപ്പോൾ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഡ്രോൺ ഉപയോഗിച്ചും കുങ്കിയാനകളെ ഉപയോഗിച്ചുമാണ് തിരച്ചിൽ. കടുവയെ കണ്ടാൽ വെടിവെക്കാനാണ് ഉത്തരവ്. മാനന്തവാടി നഗരസഭയിലെ 3 ഡിവിഷനുകളിൽ ഇന്ന് കർഫ്യൂ കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ് അലി, വയനാട്ടുകാരുടെ ആശങ്ക അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ RRT സംഘത്തിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടും ആ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവുണ്ടെങ്കിലും പ്രാഥമിക ഘട്ടം അതിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നലെ അപകടമുണ്ടായ ആ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ ഇന്നും തിരച്ചിൽ? ഇന്നിപ്പോ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശങ്ക അവസാനിക്കുന്നില്ല എന്നത് ഉടനെ നമുക്ക് അവസാനിപ്പിക്കാനാകും എന്നാണ് കരുതുന്നത്. കാരണം ഇപ്പോൾ കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിലാക്കാവ് മേഖലയിലാണ് കടുവ ഉള്ളത്. ഈ 12 അംഗങ്ങളായി തിരിഞ്ഞ് RRT അംഗങ്ങൾ കടുവയെ വെടിവെക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വൈകാതെ കടുവയെ പിടികൂടാൻ നമുക്ക് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൃത്യമായി ഈ ദൗത്യം ആരംഭിച്ചതിന് ശേഷം ഇത്രയും ശുഭകരമായ രീതിയിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയും പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നു. പുലർച്ചെ 4 മണിയോട് കൂടിയാണ് കടുവയെ ആദ്യഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. അതിനുശേഷം ആ മേഖലയിൽ ഇപ്പോൾ കടുവയുണ്ട് എന്ന ബോധ്യത്തിൽ വനംവകുപ്പ് പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. വൈകാതെ കടുവയെ വെടിവെച്ച് പിടികൂടാൻ കഴിയും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രദേശത്ത് ആളുകളെ മാറ്റുന്നുണ്ട്. ഏതായാലും ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത നമുക്ക് വൈകാതെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ കഴിയണം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി രാവും പകലും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് തെർമൽ ഡ്രോൺ ക്യാമറ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്നിപ്പോ പിലാക്കാവ് മേഖലയിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ അതിനെ പിടികൂടാനാകും എന്ന പ്രതീക്ഷ വനംവകുപ്പ് പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലെ തന്നെ കടുവ ആ മേഖലയിൽ ഉള്ളതായ സൂചനകൾ ലഭിച്ചതുകൊണ്ട് തന്നെ മേഖലയിൽ ഇന്ന് കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു. ആളുകൾ പുറത്തിറങ്ങുന്നത് അപകടമുണ്ടാക്കും എന്നതുകൊണ്ടും ഈ കടുവയെ പിടികൂടുന്ന ദൗത്യത്തിന് അത് പ്രതിബന്ധം സൃഷ്ടിക്കും എന്നതുകൊണ്ടും മാധ്യമങ്ങൾ അടക്കം ആളുകളോട് ഒരു കൃത്യമായ സ്ഥലം നിശ്ചയിച്ചുകൊണ്ട് അവിടെ നിൽക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ വനംവകുപ്പ് പഴുതടച്ച പരിശോധനകൾ ഇന്നലെ തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ആയി അതിനെ പിടികൂടാനാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസത്തേക്ക് 48 മണിക്കൂർ നേരത്തേക്ക് പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചത്. അത് ഇന്ന് പുലർച്ചയോടുകൂടി കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുക കൂടി ചെയ്തതോടുകൂടി വൈകാതെ അതിനെ പിടികൂടാനാകും എന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ വനംവകുപ്പ് പങ്കുവെക്കുന്നുണ്ട്.